എന്തോളം ചോദ്യം സച്ചു എന്ന് ചോദിച്ചാൽ എനിക്കറിയാം. മര്യാദയ്ക്കുള്ള ചോദ്യം ചോദിച്ചാണോ അല്ലെങ്കിൽ ദേവി ഈ കാലമടൊന്നും വേണ്ടി രക്ഷിക്കണേ. പോപ്പി അതാ ഞാൻ പറഞ്ഞേ, ട്രൂത്ത് ഓൾവേസ് ട്രൂത്ത്. ആ ഇവിടെ ഇരുന്നിട്ട് ഡയറി എടുത്തു കഴിഞ്ഞാലേ നിങ്ങളൊക്കെ എന്നെ വട്ടോട് പെയ്യും. ഇല്ല ട്രൂത്ത്. ഓക്കെ, സച്ചു വന്നില്ലേ? എന്താ പോപ്പി? ആ അതാണ്, അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവന് ബോധമില്ല. നെക്സ്റ്റ് ടൈം എൻ്റെ അടുത്ത് അപ്പു ചോദിച്ചാൽ മതി. ചിരിക്കി അതിന് ചോദ്യം ആലോചിച്ചിട്ടായിരിക്കില്ലേ? സ്റ്റുപ്പിഡ് ഫെലോ. സച്ചു പോയിട്ടോ. സച്ചു പോയ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം? എൻ്റെ കളി അവസാനിച്ചതായിട്ട് ഞാൻ പ്രഖ്യാപിക്കാൻ പോവാ. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ആളിലേക്ക് പോവാം. അടുത്ത ആരെ ചോദിക്കേണ്ട, ആൻസർ പറയണ്ടെന്ന് പെട്ടെന്ന് പറഞ്ഞോളൂ. ഓ വന്ന എന്താ, നിനക്ക് ട്രൂ ലവ് ഉണ്ടായിട്ടുണ്ടോ അതോ ഇപ്പം ഉണ്ടോ? ആ, ട്രൂ ലവ് ഉണ്ടായിട്ടുണ്ട്, ട്രൂ ലവ് ഇപ്പോഴും ഉണ്ട്. ബട്ട് നമുക്ക് നിർബന്ധമൊന്നുമില്ലല്ലോ അവർ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നുള്ളത്. ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് എ ഫീൽ. ആ ഫീൽ എന്തുണ്ടാവും? പ്രാവശ്യം ഒരാളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നും നമ്മുടെ മനസ്സിലുണ്ടാവില്ലേ? ഞങ്ങൾ കുറച്ച് ഇഷ്യൂസ് കാരണം ബ്രേക്കപ്പായി, മോസ്റ്റ്ലി ബിക്കോസ് ഓഫ് മീ. ഞാൻ അവൻ്റെ അത്രയും ട്രൂ ലവിനൊരു വർത്തായിട്ടുള്ളൊരു പെൺകുട്ടിയല്ല. അതുകൊണ്ട് ഞങ്ങൾ ബ്രേക്കപ്പായി. ബട്ട് എൻ്റെ മനസ്സിൽ അവനിപ്പോഴും ഉണ്ട്. അവൻ എൻ്റെ തന്നെയാണ്, എന്നും അവൻ എൻ്റെ തന്നെയായിരിക്കും. എൻ്റെ മനസ്സിലിട്ടാണ്. ഞങ്ങൾക്ക് 2 കുട്ടികളുണ്ട്. എടി എന്ന് വിളിച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് തിരിഞ്ഞ് ചോദിച്ച് എന്താ പറയണേ, അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരാളുടെ മുമ്പിൽ അടിമയാവാത്ത 2 കുട്ടികൾ. പിന്നെ ഞാനുണ്ട്, അവനുണ്ട്. ഹാപ്പി ഫാമിലി. നിനക്ക് എന്താ പറയണ്ടേ? ഇനി കൂടുതലുള്ള ചോദ്യം ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ